എന്താ ഭർത്താവ് എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കട്ടി എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ട. കട്ടി താല്പര്യമില്ലടോ. നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. റിയൽസിന് വേണ്ടി ചെയ്താണ്. അപ്പൊ നിങ്ങൾ മാരീഡ് ചെയ്തിട്ടില്ല? ഓഹോ, നാട്ടുകാരെ പറ്റിക്കാണല്ലേ. ഓൾറെഡി മാരീഡ് ആണ്. എന്താ ഭർത്താവ് എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കട്ടി എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ട. കട്ടി എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കണേ? അതെന്നോട് ചോദിച്ചിട്ട് ചോദിക്കണ്ടേ? എനിക്ക് കുറെ പ്രശ്നങ്ങൾ കാണും അതിൻ്റെതായ. കട്ടി ശ്രീലക്ഷ്മിനെ ആർക്കും അങ്ങനെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് അറിയണമെന്നൊന്നുമില്ല. പക്ഷെ അലിൻ ജോസ് പെരേര വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ അലിൻ ജോസ് പെരേര വിവാഹം നിങ്ങൾക്കൊരു നാണം തോന്നില്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. താങ്കൾ ഇപ്പോഴേ ഫൂളല്ലേ അലിൻ ജോസ്? താങ്കൾ വീണ്ടും വീണ്ടും ഫൂൾ ആയിക്കൊണ്ടിരിക്കുവല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന എല്ലാ മീഡിയകളിലും നിങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കേരളത്തിലെ മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നീ എന്താടാ ആളെ കളിയാക്ക? അപ്പൊ നിങ്ങൾ എന്താ ഇതെന്ത് ഗിമ്മിക്കാണ്? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? സാമാന്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചു. ചൂടാകുന്നല്ലോ, ഇത് മാന്യമായിട്ടുള്ള ചോദ്യമാണ്. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ഞാനിപ്പോ നിങ്ങളെ ദേഷ്യപ്പെടുന്നു, നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നുന്നുണ്ട്. അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. നിങ്ങൾക്ക് ഉപദേശം തരാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ അഭിപ്രായങ്ങൾ ഇവിടെ തുറന്നു പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. ഞങ്ങളുടെ അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതാണ്, എന്റെ അഭിപ്രായം എന്റേതാണ്. അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണ്ട. വെറുതെ വർത്താനം പറഞ്ഞ സമയം കണ്ടു ഒരു ഇഷ്ടം എടുത്ത് തലടിച്ച് വിളിക്കുന്നു. ഇവിടെ അമ്പലത്തിൽ കാണിച്ചത് ശുദ്ധ പോക്രിത്തരം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നല്ലതാണോ ഒരു പെണ്ണിനെ മുന്നിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നത് നല്ലതാണോ? ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ പോക്രിത്തരോ? അത് എന്റെ നാട്ടിൽ വലിയൊരു തെറിയാണ്. അതൊരു പുതിയ അറിവാണല്ലോ. പോക്രിത്തരോ തെറിയാണോ? എന്റെ നാട്ടിൽ അത് വലിയ തെറിയാ. ഡിക്ഷണറിയിലുള്ള വാക്കല്ലേ? എനിക്കറിയത്തില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ല, നിങ്ങളോട് സ്വാഭാവികമായിട്ട് ഞാൻ വിളിച്ചിരുത്തിട്ട് എന്ത് അപമര്യാദയായിട്ടുള്ള പോക്രിത്തരോ? ഈ പോക്രിത്തരം വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. കുണുകുണാന്ന് പറഞ്ഞല്ലോ. എന്നൊരു കാര്യം പറയാം, താങ്കൾ പറയുന്നത് ഞാൻ പറയാം. കിടന്ന് ചൂടാവല്ലേ നാരായണി, ഒരു പാലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടേ? താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. നിങ്ങൾ അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്നും ഞാൻ നോക്കൂല. അടിച്ച് കാരണം പോച്ചോളെ. ലേഡിയോട് എന്താ ചോദിച്ചത്? താങ്കളോട് നിൽക്കൂ, താങ്കൾക്ക് ചോദ്യം ആ മയക്കെങ്കിലും തന്നിട്ട് പോവാവോ? കള്ളത്തരം കാണിച്ചാൽ കള്ളത്തരം തന്നെ പറയും. പിന്നെ കള്ളത്തരമല്ലേ? താങ്കൾ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞിട്ട് താങ്കൾ കാണിച്ച കള്ളത്തരമല്ലേ? കഷ്ടം.